അല്ല പറയായിരുന്നു അവരുടെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മാനസിക സമ്മർദ്ദങ്ങളാണ്. ഒരു ഓർഡർ കിട്ടി ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിക്കാൻ 28 ഓർഡർ വരെ ഒരു ദിവസം ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞത്. 28 ഓർഡർ. ഈ 28 ഓർഡറും കംപ്ലീറ്റ് ചെയ്യണം. ഒരു ദിവസം 15-16 മണിക്കൂർ വേണം. 16-17 മണിക്കൂർ, 24 മണിക്കൂറിൽ അത് ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്താലാണ് അവർക്ക് ഇതിനിടയിൽ ഉണ്ടാകുന്ന നമുക്കറിയാം. ഇപ്പം അതിന്റെ മെന്റൽ പ്രഷറാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓർഡർ എത്തിക്കാനുള്ള അത് വൈകിയ അപ്പം അവർ ക്യാൻസൽ ചെയ്യും. കാരണം അവരുടെ ഇത് കംപ്ലീറ്റ് AI മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇതനുസരിച്ച് മോണിറ്റർ ചെയ്ത് കമ്പനി മോണിറ്റർ ചെയ്ത് എവിടെ അവരിപ്പോൾ പറയായിരുന്നു ഒരു ഡൈവേർഷൻ എടുത്താൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി ആ ട്രാഫിക് ബ്ലോക്കിനെ മറികടക്കാൻ ഒരു ഡൈവേർഷൻ എടുത്ത് പോയാൽ അപ്പോൾ ക്യാൻസൽ ചെയ്യും. അതാണ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു യാത്രയായിട്ടത് മാറി. ട്രോളുകളെ ഉണ്ടാവുന്നത് നല്ലതല്ലേ? ആ ട്രോളുകൾ ഉണ്ടാവുന്നത്ര ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടേ വേണ്ടത്. ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക, വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുക. ദാറ്റ് ഈസ് ദ അജണ്ട. ആരെങ്കിലും ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അജണ്ടയെ സഹായിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? കൃത്യമായിട്ടും സ്വാഗതം ചെയ്യാണ്. നമുക്കിത് വേണ്ടത് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക വേണ്ടത്. സർക്കാരിന്റെ അവർക്ക് വേണ്ടത് അവർക്ക് ആവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാവണം, ബോർഡ് ഉണ്ടാവണം. അതിന് അവർക്ക് വേണ്ടി ഒരു ട്രോള് ഞാൻ ഏറ്റെടുത്താൽ നല്ലതല്ലേ? ഇപ്പം ഗിഗ് വർക്കേഴ്സിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ ഒരു ട്രോള് വന്നാൽ കംപ്ലീറ്റ്ലി വെൽക്കം, ഒരു കുഴപ്പമില്ല. എന്റെ കുട്ടികളെ ചിലപ്പോൾ രാത്രി വന്നാൽ ഓർഡർ ചെയ്തായിട്ട് കിട്ടാറുണ്ട്. രാത്രി 11 മണിക്കൊക്കെ വന്നാൽ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം തീർന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓർഡർ ചെയ്ത് ബാക്കിയുണ്ടാവും. അത് തരാറുണ്ട്.